വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഹോം ടൂറാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഈ അടുത്ത് നമ്മുടെ തൃശ്ശൂരുള്ള കോലഴി പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അതിൽ ഈ വീടിൻ്റെ ചില ഭാഗങ്ങളും പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കമൻസും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഈ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്രയും വർഷം ഞാൻ കണ്ടത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീടാണത്. ഇതിൻ്റെ ഔട്ടർ പോർഷൻ ആയിക്കോട്ടെ ഇന്നർ പോർഷൻ ആയിക്കോട്ടെ, എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഈ വീടിന് എനിക്ക് തോന്നിയായിരുന്നു. ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല, ഈ വീട് വിസിറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായമാണ്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഇതെൻ്റെ അച്ചാസിൻ്റെയും ആൻറ്റിയുടെയും വീടാണ്. ആൻറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പെർഫെക്റ്റാക്കി വെക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വീട് നമ്മൾ വെക്കുമ്പോൾ അത് എത്രത്തോളം വലുപ്പം ഉണ്ട് എന്നുള്ളതിലല്ല, ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എടുത്തു പറയാനുള്ളൊരു കാര്യം ഈ വീടിൻ്റെ ഇൻറ്റീരിയറാണ്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടുത്തെ ഫേർണിച്ചേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഈ വീട്ടിൽ കാണാൻ സാധിക്കും. എല്ലാം ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വെറൈറ്റിയും പെർഫെക്ഷനും എല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, പെരുന്നാളിൻ്റെ സമയത്ത് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് പേര് ഈ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് ഈ കുഞ്ഞിപ്പെണ്ണടക്കം. കണ്ടില്ലേ, ഇതാണ് പ്രെയർ ഏരിയ. ഒരുപാട് രൂപങ്ങളൊന്നും വെക്കാതെ ഉള്ള രൂപങ്ങൾ തന്നെ മനോഹരമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു അച്ചടക്കത്തോടു കൂടെയാണ് ഫേർണിച്ചേഴ്സ് വരെ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അതുപോലെ ആ കോർണർ ക്ലോക്ക് കണ്ടില്ലേ, അത് ഒരു ഹൈലൈറ്റ് ആണ്. അതുപോലെ ഞാൻ ആൻറ്റിയോട് ചോദിച്ചൊരു കാര്യമാണ്, ഈ വീട്ടിലെ കേർട്ടൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? വൈറ്റ് കളറാണ്. വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞത്, എല്ലാ മാസവും ഒരു ദിവസം ഈ കർട്ടൻ വാഷ് ചെയ്യാനായിട്ട് കൊടുക്കും. അതിനുശേഷം അവർ തന്നെ വന്ന് അറേഞ്ച് ചെയ്തും കൊടുക്കും. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പം നമ്മളൊരു വീട് പണിത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട് മാറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തേക്ക് ആ വീട് അതുപോലെ തന്നെ ഭംഗിയായിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ മിക്ക വീടുകളിലും കാണുന്ന ഒരു കാര്യമാണ് വലിച്ചു വാരി വീട് അലങ്കോലാക്കിയിട്ടിടുന്നത്. ഒരു പക്ഷേ അവിടെ കുട്ടികളുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി തിരക്ക് കാരണം വീട് ക്ലീൻ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടുമായിരിക്കാം. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചെറിയൊരു വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും ഉള്ള സ്പേസ് ഏറ്റവും നീറ്റായിട്ട് തന്നെ ഇടണം. അതിന് എന്ത് കാരണവും ആയിക്കോട്ടെ, പറ്റുന്ന രീതിയിൽ വീട് ക്ലീൻ ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. കാരണം ലോകത്തിൽ നമ്മൾ എവിടെ പോയാലും തിരിച്ചു വരുന്നത് നമ്മളുടെ ഈ സ്വർഗത്തിലാണ്. പിന്നെ സ്റ്റെയർസ് നമ്മൾ കയറുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഇപ്പോൾ ഒരുപാട് വീടുകളിൽ കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു സ്റ്റെയർസ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഫോട്ടോ കാണും. ഇതാണ് എൻ്റെ അച്ചാസിൻ്റെ ഫോട്ടോ. അച്ചാസിനിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും അച്ചാസിൻ്റെ ഓർമ്മകൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഇടം പിടിച്ചിട്ടുണ്ട്. മുകളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോൾ ഫോട്ടോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുഷ്യൻ ആയിക്കോട്ടെ, ഫേർണിച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു വെറൈറ്റി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ പിന്നിലാണെങ്കിൽ ഈ ഒരു കുട്ടിക്കുറുമ്പി എനിക്ക് വഴി കാണിച്ചു തരാനായിട്ടാണ് ഈ നടന്നു വരുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. ഒരു പുതിയ വീട് നമ്മൾ ആദ്യമായിട്ട് പണിയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ, എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല, എനിക്ക് വൈറ്റ് കളർ പെയിൻ്റ് ആണ് ഏറ്റവും സ്യൂട്ടായിട്ട് ഒരു വീടിന് തോന്നിയിട്ടുള്ളത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരു വീട് നമ്മൾ വൈറ്റ് കളറിൽ കാണുമ്പോൾ തന്നെ അതിനൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ആ ഒരു പോസിറ്റിവിറ്റി എനിക്ക് മറ്റൊരു കളറിനും കാണാൻ സാധിച്ചിട്ടില്ല. മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും വൈറ്റ് കളർ കേർട്ടൻസും വൈറ്റ് കളർ പെയിൻറ്റുമാണ് ഒരു വീടിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത്. താഴത്തെ പോലെ തന്നെ മുകളിലും ഫേർണിച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മാറ്റമില്ല, എല്ലാം ദുബായിൽ നിന്ന് ഇമ്പോർട്ടഡ് ആണ്. ഈ ഒരു ബുദ്ധ വർക്ക് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ റൂംസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള രീതി പെർഫെക്റ്റ് ആണ്. ഈ ഒരു റൂമാണ് അധികം ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു റൂം, എന്നാലും ഒരു പൊടി പോലും ഇല്ലാതെയാണ് ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഓരോ റൂമിലും ബെഡുകളാണ്, എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബെഡുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ഈ ഒരു ലൈറ്റും ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ്. അപ്പം മൊത്തത്തിൽ ഞാൻ മുകളിൽ നിന്ന് താഴത്തോട്ടുള്ള ഒരു വ്യൂ എടുത്ത് കാണിച്ചു തരാം. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അല്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ആൻറ്റിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു കുട്ടിയും കൂടെ ഉണ്ട്. എല്ലാ ദിവസവും വീട് വൃത്തിയാക്കിയിടുന്നതിൽ ആ കുട്ടിക്കും ഒരു പങ്കുണ്ട്. കണ്ടില്ലേ, ഓരോ കുഷ്യൻസിനും ഓരോ കഥ പറയാനുണ്ടാവും. ഒരു പ്രത്യേക ഭംഗിയാണ് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്.
പിന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുബായിൽ നിന്ന് ഇമ്പോർട്ടഡ് ആണ്. ആർക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കൗതുകം തോന്നുന്ന എല്ലാ വസ്തുക്കളും ഈ ഒരു വീട്ടിലുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഞാനിത് ജസ്റ്റ് ഒരു ടേബിൾ ആണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴാണ് ഞാനിതൊന്ന് തുറന്നു നോക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഇതൊരു വുഡൻ ബോട്ടിൽ റാക്ക് ആണെന്ന്. എന്നാൽ ഒറ്റ നോട്ടത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ടേബിളായിട്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഈ ഒരു പിക്കും ഇത് കംപ്ലീറ്റ് ഹാൻഡ് എംബ്രോയിഡറി ആണ്. കണ്ടേ പറയൂ, ഇങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളും ഈ വീട്ടിലകത്തുണ്ട്. പിന്നെ ഇത് മറ്റൊരു റൂം. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് സവിശേഷതകളുള്ള ഒരു വീട്. അപ്പൊ ഈ ഒറീസക്കാരി പെൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇടം വലം നോക്കാതെ ആന്റിയെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ കുട്ടിയാണ്. കുക്കിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഏതൊരു കാര്യത്തിലും അവള് പെർഫെക്റ്റ് ആണ്. പിന്നെ ഇവിടെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ള രീതി, അതാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എപ്പോൾ കുക്കിംഗ് കഴിഞ്ഞാലും അപ്പോൾ അവിടെ ക്ലീൻ ചെയ്തിടുക. ഉള്ള സ്ഥലം നല്ല വൃത്തിയായിട്ട് എപ്പോഴും ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. എനിക്ക് ഏറ്റവും നിർബന്ധമുള്ളൊരു കാര്യമാണ് എപ്പോൾ കിച്ചണിലെ കുക്കിംഗ് കഴിഞ്ഞാലും അപ്പോഴൊക്കെ അത് നീറ്റായിട്ട് ഇടുക എന്നുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ ഫ്രണ്ടിൽ തന്നെയുള്ള ഈ ഒരു ഷൂ റാക്കാണ്. നമ്മളെ ഷൂസും ചപ്പലൊന്നും കാണാതെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ടേബിൾ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഷൂ റാക്ക് ഇവിടെ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഓരോ ചെടികളും അറേഞ്ച് ചെയ്തിട്ടുള്ള രീതി. ഏറ്റവും കൂടുതൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഇലച്ചെടികളാണെങ്കിലും വീടിന് ഏറ്റവും ഭംഗി കൊടുക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇനി അന്നേ ദിവസം പെരുന്നാളായതുകൊണ്ട് തന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ വീടിന്റെ ഭംഗി കൂടി വന്നു. നമ്മളുടെ ഈ ബ്യൂട്ടിഫുൾ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ.